ചേട്ടൻ ഇവിടെ ഇരിക്കാനാ? എന്തെന്നാലോചിച്ചാണ് ഈ സങ്കടപ്പെട്ടിരിക്കണത്? വീട്ടിലെ കാര്യങ്ങൾ ആലോചിച്ചിരുന്നതാണ്. തോന്നി. അതെ, അത് നമ്മുടെ വീടല്ല. ഇങ്ങനെ നമ്മുടെ വീട് ഇതാണ്. ഇവിടത്തെ കാര്യങ്ങൾ ആലോചിക്ക്. ആ വീടങ്ങ് മറന്നേക്ക്. അങ്ങനെ മറക്കാൻ പറ്റുമോ? നിനക്കറിയാല കാര്യങ്ങൾ. അച്ഛൻ മരിച്ചതിന് ശേഷമേ അവനെ വളർത്തിയ ഞാനാണ്. എന്റെ മോനെ പോലെ നീ വളർത്തിയത്. നീ എങ്ങനെയാണ് അവനെ കണ്ടിരുന്നത്? നിന്റെ മൂത്ത മോനെ പോലെ തന്നെ ആയിരുന്നില്ലേ? അവനാണ് എൻ്റെ അടുത്ത് എന്തൊക്കെയാണ് പറഞ്ഞത് ഓർക്കുമില്ലേ? നെഞ്ച് ആളെയാണ്. ഇനി ഇങ്ങനെ കിടന്ന് സങ്കടപ്പെട്ടിട്ട് വല്ല കാര്യവും ഉണ്ടാ? അവനും എല്ലാം മറന്നുപോയി. ഇനി നമുക്കും എല്ലാം മറക്കാം. നമ്മ ചെയ്തതൊക്കെ അവന് ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ അവൻ നമ്മളിങ്ങനെ ഇറക്കി വിടുമായിരുന്ന. ഒരു പെണ്ണ് കയറി വന്നപ്പോഴത്തേക്കും ഇത്രയും നാളും അവനെ വളർത്തിയ ചേട്ടനെയും ചേച്ചിനെയും എല്ലാം അവൻ മറന്നു കളഞ്ഞ്. ഇനി അവന് വേണ്ടി നമ്മ സങ്കടപ്പെട്ടിട്ട് എന്ത് കാര്യം? ആ വീടങ്ങ് മറക്ക. അത് നമ്മുടെ വീടല്ല. നമ്മുടെ വീടല്ല. അച്ഛൻ അങ്ങനെയാണെങ്കിൽ എഴുതി കൊടുത്ത വേണ്ട. ചേട്ടൻ അനിയനി ഇനി അവന്റെ വീടാണ്. നമുക്കായിട്ട് ഒന്നുമില്ല. ഇനി എല്ലാം നമ്മ ഇവിടെ നിന്ന് തുടങ്ങണം. മനസ്സിലായി. എന്നാലും ഓരോന്നും ഓർത്തോ സങ്കടത്തിൽ ഞാൻ പറഞ്ഞാണ്. എന്നെ വേണ്ടാതൊരു എനിക്കും വേണ്ട. അത്രേ ഉള്ളൂ. കാറെടുക്കാൻ പോയിച്ചാൽ കാണില്ല. ഇനിയിപ്പോ കിട്ടിയില്ലേ? കിട്ടിയാ മതിയായിരുന്നു. കിട്ടിയിട്ട് വേണം ഇവൾമാരുടെ മുന്നിലൊന്ന് ഷൈൻ ചെയ്യാനായിട്ട്. വന്നില്ലല്ലോ. ഈ കാറിന്റെ ഹോൺ അടിക്കണ്ടല്ല. ചേട്ടൻ വന്നു. ചേട്ടാ, ഇതാണ് നമ്മുടെ കാറ്. നല്ല രസമുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട കളർ തന്നെ. സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലേ കൊള്ളാം. എന്നാലും പുതിയത് എടുക്കായിരുന്നു. ആദ്യം ഞാനൊന്ന് ഓടിച്ച് പഠിക്കട്ടെ. അതുകൊണ്ട് പുതിയതൊക്കെ എടുക്കാം. പുതിയത് എടുത്താലേ അവൾമാരുടെ മുന്നിൽ ഷൈൻ ചെയ്യായിരുന്നു. ഇപ്പൊ ആൾക്കാരൊക്കെ നോക്കിക്കൊണ്ടിരിക്കണ്ട്. എന്തായാലും കുഴപ്പമൊന്നുമില്ല. അല്ല, ചേട്ടന്റെ മുഖം വാടിയിരിക്കണേ? ഇല്ല, ഒന്നുമില്ല. എന്തു പറ്റി? ഇല്ല, ഒന്നുമില്ല. എന്താ കാര്യം ഒന്ന് പറയട്ടാ? ഇല്ല, ഒന്നുമില്ല. പിന്നെ എന്തോണ്ട്? മുഖം കണ്ട് അറിഞ്ഞൂടെ? കാര്യം പറയട്ടാ. എടി, അത് വേറൊന്നല്ല. കാറെടുത്ത് വന്ന വഴിക്ക് നാരായണ ചേട്ടനെ കണ്ടിരുന്നേ. പുള്ളിയാണെങ്കിൽ ഒരു വക ഡയലോഗൊക്കെ അടിച്ചിട്ടാണ് പോയത്. ഞാൻ ചേട്ടനെ ഇവിടുന്ന് പുറത്താക്കി എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദികേടാണ് കാണിച്ചത്, പഠിപ്പിച്ചതല്ലേ, ജോലി മേടിച്ചു തന്നതല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോ വണ്ടി എടുത്ത സന്തോഷമൊക്കെ പോയി പെട്ടെന്ന്. ഒന്ന് പോയേട്ടാ, അയാൾക്കൊക്കെ കുശുമ്പാണ്. പിന്നെ നാട്ടുകാരുടെ ചെലവിലല്ലേ നമ്മള് കഴിയണത്. എന്തായാലും ആ ചേട്ടന് ചേച്ചി ഇവിടുന്ന് ഇറങ്ങാനുള്ളതാണ്. അതിപ്പോ നേരത്തെ ഇറങ്ങി അങ്ങനെ വിചാരിച്ചാ മതി. അല്ലാതെ ചേട്ടന് തോർത്തേ വിഷമിക്കൊന്നും വേണ്ട. അവര് പോയപ്പോഴൊരു സമാധാനം കിട്ടിയത്. ഏതിനും ചേട്ടൻ ചേച്ചി എന്ത് കാര്യം ഇരിക്കണ്? നമുക്കേ മറ്റേ അന്തസ്സായി ജീവിച്ച് കാണിച്ചു കൊടുക്കണം അവരെ. അത് ശരിയാണ്. ചേട്ടനില്ലാണ്ടും എനിക്ക് ഒറ്റയ്ക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്നും എല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കണമല്ലോ ചേട്ടന്. എനിക്കും ആ ആശയുണ്ട് ഇപ്പൊ. എന്തായാലും ചേട്ടൻ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് കിടക്കുകയല്ലേ, ഞാൻ ചേട്ടനാണ് പഠിപ്പിച്ചത്, ജോലി വാങ്ങിച്ചു വന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്തായാലും ചേട്ടന്റെ മുമ്പിൽ എന്തായാലും ഒറ്റയ്ക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ആ വാശിയിലാണ് ഞാനിപ്പോ. ഈ വാശിയാണ് ഏട്ടാ നമുക്ക് വേണ്ടത്. അവരെ കാണിച്ചു കൊടുക്കണം. അതെ, നമുക്കേ ഷോപ്പിങ്ങിന് പോയില്ല, കാറുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പൊ ചേട്ടന്റെ മൂടൊക്കെ മാറിക്കോളും. ശരി, വാ. ചാവിടിക്കട്ടെ, വിശന്നിട്ട് വയ്യ. എന്താണ് ഇവളിതൊന്നും ഉണ്ടാക്കിയില്ലേ ഇന്ന് രാവിലെ? രാവിലെ തൊട്ട് ഇവിടെ എന്ത് ചെയ്തിരുന്നപ്പോ? അച്ചോ, എന്താട്ടാ? അച്ഛൻ നീ രാവിലെ കഴിക്കാനായിട്ടൊന്നും ഉണ്ടാക്കിയില്ലേ? രാവിലെ വന്നിട്ട് ഇപ്പൊ എനിക്കൊരു മൂഡ് ഉണ്ടായാലും ഉണ്ടാക്കാനായിട്ട്. ചേട്ടന്റെ കാര്യം ചെയ്യും, നമുക്കുള്ള ഫുഡേ ഓർഡർ ചെയ്യും. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? എല്ലാ ദിവസവും പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ച് വയറും കേടാവും, കയ്യിലെ കാശും തീരും. നീ അങ്ങനെ പറഞ്ഞ പറ്റില്ല. നീ എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്ക്. എനിക്ക് വയ്യ, എനിക്കൊന്നൊരു മൂഡിൽ ഉണ്ടാക്കാൻ. ചേട്ടനറിയോ, ചേട്ടന് നമ്മളിങ്ങനെ പുറത്തു പോയി കഴിക്കണ ഫുഡിന്റെയും ഇവിടെ കറങ്ങാൻ പോണതിന്റെ ഒക്കെ ഞാൻ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടണ എന്തിനാണെന്നറിയോ? ചേട്ടനും ചേച്ചിയും കാണാനായിട്ട്. അവരറിയട്ടെ നമ്മളെ സന്തോഷമായിട്ട് ജീവിക്കണേന്ന്. അതിന് വേണ്ടി തന്നെയാണ്. അല്ല ചു, അങ്ങനെയൊക്കെ ജീവിക്കാന്നുണ്ടെങ്കിൽ കയ്യിൽ കാശ് വേണ്ടേ? എനിക്ക് കിട്ടുന്ന ശമ്പളം എത്രയെന്ന് നിനക്കറിയാലോ.
അപ്പൊ അതിന് ഇപ്പൊ വണ്ടിയുടെ EMI അടയ്ക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇല്ലേ. ഇപ്പൊ തന്നെ എന്തോരം ചെലവായി. നമ്മൾ എല്ലാ ദിവസവും പുറത്തുനിന്നാണ് ഭക്ഷണം കഴിക്കണേ. അങ്ങനെ പോയാൽ ശരിയാവൂല. നീ എന്തെങ്കിലും വീട്ടിൽ ഉണ്ടാക്കാൻ നോക്ക്. എനിക്കിന്ന് വയ്യ ഉണ്ടാക്കാൻ. ചേട്ടൻ എന്തായാലും ഓർഡർ ചെയ്യും. എനിക്ക് മസാല വെച്ച് മതി. പിന്നെ ഉച്ചക്ക് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഞാൻ പുറത്തുപോയി കഴിക്കാം, അതാണ് നല്ലത്. പിന്നെ ഈ ചേട്ടൻ ചെലവിന്റെ കാര്യം ഓർത്ത് ചേട്ടൻ വിഷമിക്കൊന്നും വേണ്ട. നമുക്കേ ഒരു ബിസിനസ് തുടങ്ങാം, അതാണ് നല്ലത്. ബിസിനസ്സാ? ഇതിന്റെ ഇടയ്ക്കാ? അപ്പൊ ഞാൻ ഇനി എന്റെ ജോലിയും കളഞ്ഞിട്ട് ഞാൻ ബിസിനസ് തുടങ്ങി അതുമില്ല ഇതും ഇല്ലാത്ത അവസ്ഥയിൽ ഇരിക്കേണ്ടി വരും. അതിന് ചേട്ടൻ ജോലിയൊന്നും കളയണ്ട. ഞാൻ ബിസിനസ് തുടങ്ങണ കാര്യ പറഞ്ഞത്. നീയാ? നീ എന്ത് ബിസിനസ് ചെയ്യാൻ? എനിക്ക് എന്റെ അമ്മായിയൊക്കെ ബ്യൂട്ടി പാർലർ നടത്തില്ല. അപ്പൊ ഞാൻ അവിടെയൊക്കെ പോയി കുറച്ചൊക്കെ പഠിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കൊരു ബ്യൂട്ടി പാർലർ തുടങ്ങാം. ഒരു റോഡ് സൈഡിലായിട്ട് ഒരു ഷോപ്പ് ഇടാം. ഇതിനൊക്കെ കാശ് വേണ്ടേ? കാശ് വേണം. ഒരു 5 ലക്ഷം രൂപ ആയ ഒരു ഷോപ്പിനൊക്കെ ആകും. പിന്നെ ബ്യൂട്ടി പാർലർ സാധനങ്ങൾ അതൊക്കെ മേടിക്കുമ്പോ കൂടി വന്നൊരു 15 ലക്ഷം, അത് മതി. 15 ലക്ഷം? ആ ചേട്ടാ വേറെ സ്ഥലത്തൊക്കെ നല്ല 10-25 ലക്ഷം ഒക്കെ കൊടുക്കണം. ഇത് 15 ലക്ഷം മതിയാവും, അത് മതിന്നേ. അച്ചു 1-2 ലക്ഷം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ നിന്നെങ്കിലും അറേഞ്ച് ചെയ്യാം. ഈ പറഞ്ഞ പോലെ 10-15 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്ന് അറേഞ്ച് ചെയ്യാനാണ്? അല്ലെങ്കിൽ ഒരു പണി, നിന്റെ സ്വർണ്ണം ഉണ്ടല്ലോ അതുകൊണ്ട് വിൽക്കേ, പണയം വെക്കേ ചെയ്, എന്നിട്ട് ബിസിനസ് തുടങ്ങി. നീ എന്റെ സ്വർണ്ണം എടുക്കാനാ? ചേട്ടൻ എന്തെന്നാ പറയണത്? എന്റെയൊക്കെ സ്വർണ്ണം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ അത്രയും മോശമാണെന്നല്ലേ അവരൊക്കെ വിചാരിക്കുള്ളൂ. ഈ നാട്ടുകാർ എന്ത് പറയും? ചേച്ചി ചേട്ടനൊക്കെ പറഞ്ഞൊന്നും പറയാൻ വേണ്ട, അതൊന്നും വേണ്ട. നമുക്കേ ലോൺ എടുക്കാം, അതാകുമ്പോ ആരും അറിയില്ലല്ല. ലോണാ? ഇപ്പൊ തന്നെ ഈ കാറിന്റെ EMI, വീട്ടിലെ ചെലവ് എല്ലാം കൂടി എന്നെ കൊണ്ട് താങ്ങാൻ പറ്റാൻ അപ്പുറം. ഇനിയിപ്പോ ഈ ലോണും കൂടി എടുത്ത് നമ്മൾ ഇത് എങ്ങനെ അടയ്ക്കും? ചേട്ടൻ ഞാൻ വെറുതെ ഇരിക്കുന്നത്. അവിടെ എത്ര കസ്റ്റമർ വരും. ഇപ്പൊ തന്നെ ഒരു ഫേഷ്യലൊക്കെ ചെയ്യുമ്പോ ഒരു 10,000 രൂപയെങ്കിലും കിട്ടും. അതും പിന്നെ ത്രെഡിങ്ങും അതും ഇതൊക്കെ ആയിട്ട് കുറെ പൈസ കിട്ടുമല്ലോ. അത് നമുക്ക് ഇങ്ങനെ ലോൺ അടിച്ചാ പോരെ? ഈ എടുത്തു ചാടി ഇങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ എടുക്കണോ? നമുക്ക് ഒന്നും കൂടിയൊക്കെ ആലോചിച്ചിട്ടൊക്കെ എടുത്താ പോരെ? ഒന്ന് പോയേട്ടാ, ഇനി ഒന്നും ആലോചിക്കാനില്ല. ഞാൻ എന്തായാലും തീരുമാനം എടുത്ത്. നമുക്കേ നാളെ തന്നെ ബാങ്കിൽ പോവാം. ശരി, എന്നാ നിനക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പോയി അന്വേഷിക്കുക കാര്യങ്ങളൊക്കെ. അതെ, ഫുഡ് ഓർഡർ ചെയ്തേ. വിശന്നിട്ടയ്യ. ചേട്ടൻ എന്തായാലും അറിഞ്ഞിട്ടുണ്ടാവില്ല. കയ്യോടെ പോയി പറയട്ടെ. ചേട്ടോയ്, ചേട്ടനത് എന്തെടുക്കാണ്? ഞാൻ ഈ വണ്ടി സ്റ്റാർട്ട് ആവണില്ല, എന്തോ കംപ്ലൈന്റ്. ഞാനൊരു സന്തോഷമുള്ള ഒരു കാര്യം പറയട്ടെ. എന്താണ്? നിങ്ങളെ അനിയനെ ഭാര്യക്കൊണ്ട് ഒരു ബ്യൂട്ടി പാർലർ ഇട്ട് കൊടുത്തിട്ടുണ്ടായില്ലേ, അത് പൂട്ടി. പൂട്ടിയാ? എന്തുട്ടി? ആന്നേ, അവിടെ ഇത് അവക്കൊന്നും അറിയാൻ പാടില്ലായിരുന്നു തോന്നുന്നു. ഒന്നും ചെയ്യാനൊന്നും അറിഞ്ഞുകൂടായിരുന്നു. ലൈസൻസ് ഒക്കെ എടുത്തത് അമ്മായിനെയൊക്കെ വെച്ചിട്ടാണ് ലൈസൻസ് എടുത്തത്. എന്നിട്ട് അവിടെ വന്ന് ഫേഷ്യൽ ചെയ്യാൻ വന്ന ആർക്കും എന്തോ ചെയ്തിട്ടേ എന്തോ അവർക്ക് പാടാ അങ്ങനെയൊക്കെ വന്ന് അവര് കേസ് കൊടുത്ത് അവളെ ആകെ ബഹളമാണ്. പാർലർ പൂട്ടും മിക്കവാറും അവളുടെ. എന്റെ ദൈവമേ, ഇത് കേട്ടിട്ടാണോ നീ ഇത് സന്തോഷിക്കണത്? എന്തേ ഞാൻ സന്തോഷിക്കും? തന്നെ ഇപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞോളൂ. അത് കേട്ടപ്പോ എനിക്കുണ്ടായ സന്തോഷല്ലേ. അവക്ക് അങ്ങനെ തന്നെ വേണം, അവനും കിട്ടണം. എന്തൊക്കെ പറഞ്ഞാലും അവർക്കൊരു ആപത്ത് വരുമ്പോ നമ്മൾ സന്തോഷിക്കണം വേണ്ടത്. എന്തെടുത്ത് ചെയ്യാൻ പറ്റുന്ന? ഒന്നും ചെയ്യാനില്ല. ഇനി അങ്ങോട്ടേക്ക് ചെല്ലാൻ നിക്കരുതട്ടെ, ഞാൻ പറഞ്ഞേക്കാം. അവർക്ക് ആപത്ത് വന്നല്ലേ ഞാൻ സന്തോഷിക്കും. ശരിക്കും ഒരാൾക്ക് എന്തെങ്കിലും ആപത്ത് വന്നാൽ സന്തോഷിക്കാൻ പാടില്ല, അതെനിക്കറിയാം. പക്ഷേ അവനൊക്കെ കാണിച്ച നന്ദി കഴിഞ്ഞേ ദൈവം തന്നെ കൊടുത്ത ശിക്ഷയാണ്. അതുകൊണ്ട് ഞാൻ സന്തോഷിക്കും. ചേട്ടനോട് ഞാൻ പറഞ്ഞേക്കാം, അനിയനാണ്, അനിയന്റെ ഭാര്യയാണ്, സഹായിക്കാനൊന്നും ചെന്നേക്കരുത്. ഓ, ഞാനിനി എങ്ങും പോണില്ല, പോരെ, ഇവിടെ തന്നെ ഇരുന്നോളാം. അത് മതി. ഇങ്ങാട്ടില്ല സ്നേഹോയ്, അങ്ങാട്ട് കാണിക്കേണ്ട കാര്യമില്ല. വെയിലുകൊണ്ട് മനുഷ്യന് ആവശ്യതേ. ഒരു ഓട്ടോറിക്ഷ വിളിക്കായിരുന്നില്ലേ? പിന്നെ ഇനി ഓട്ടോറിക്ഷ, ബൈക്കും കാറും എങ്ങനെയൊക്കെ നടന്നാണ് എല്ലാം പോയി. ഒക്കെ നിന്റെ ഒടുക്കത്തെ കാശിനോടുള്ള ആക്രാന്തം കൊണ്ടാണ് എല്ലാം സംഭവിച്ചത്. ഇങ്ങനെ നീ എന്താണ് പറ്റിച്ചെടുക്കണോ? എത്ര നാളായി ഇപ്പൊ മുങ്ങി നടക്കണ? നീ ശരിയാക്കി തരണ ചേട്ടാ, ബിസിനസ് ഒക്കെ കുറച്ച് പൊളിഞ്ഞിട്ട് ആകെ ടൈറ്റ് ആയിട്ടിരിക്കുന്നു. പൈസ ഒന്ന് കിട്ടിയിട്ട് കൊണ്ട് ചേട്ടനെ വിളിക്കാന്ന് വിചാരിച്ചിരിക്കുന്നു. നീ ഭയങ്കര അത്യാവശ്യമാണെന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ടുണ്ടാവില്ല. 2 ലക്ഷം രൂപ എങ്ങനെ തന്നത്? ശരിയായിട്ട് പൈസ കിട്ടിയില്ല, അതുകൊണ്ടാണ് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ അറേഞ്ച് ചെയ്ത്. എനിക്ക് കുറച്ചും കൂടി ഗ്യാപ്പ് ഇതാ. നിനക്കൊരു ഗ്യാപ്പിലൊരു തേങ്ങയുമില്ല. നീ എത്ര ആവശ്യം നിന്നെ വിളിക്കണത്? നീ വിളിച്ചിട്ട് എടുക്കണ്ട.
ചേട്ടാ അത് പൈസ ആവാത്തോണ്ടാണ്. കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ അറേഞ്ച് ചെയ്ത് തരാം വേഗം. എത്ര ആവശ്യമായി ആൾക്കാർ പറ്റിക്കണേ? എടോ താൻ ആരെയെ പേടിപ്പിക്കണത്? പൈസ ഇല്ലാത്തോണ്ടല്ലേ? പൈസ ഉള്ളപ്പോ ഞങ്ങൾ തരും. അയാള് ഭീഷണിപ്പെടുത്താൻ വന്നേക്കണ്. താനേ ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട. ഏയ് പെണ്ണുമുള്ള പറഞ്ഞ് മനസ്സിലാക്കട്ടെ ഞാൻ ആരാണെന്ന്. വിടടോ. ഞാൻ പൈസ തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വാങ്ങിക്കാൻ അറിയാം. നിനക്ക് ഒരാഴ്ച ഞാൻ സമയം തരും, അതിലൊന്ന് തന്നോളാം. ഒരാഴ്ചക്കുള്ളിൽ നീ തന്നില്ലെങ്കിൽ മോനെ ദീപു, ഞാൻ നിന്റെ വീട്ടിലേക്ക് ഒരു വരവ് വരും. അത് നിനക്ക് നല്ലതിനല്ല. പറഞ്ഞാ മനസ്സിലായല്ലോ? എടാ ദീപു, ആരാടാ പോയത്? അയാളെന്താ നിന്റെ കഴുത്തിന് കയറി പിടിച്ച്? എന്താണ് പ്രശ്നം? ചേട്ടാ അത് പലിശക്കാരനാണ് ചേട്ടാ. ഞാൻ കുറച്ച് പൈസ ആവശ്യം വന്നപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. ആയിട്ടിനറിയാലോ, അവള് ബ്യൂട്ടി പാർലറിലൊക്കെ വളരെ പ്രശ്നമായി, ലോണൊക്കെ മുടങ്ങി. അപ്പൊ അത് അടയ്ക്കാൻ വേറെ മാർഗം ഉണ്ടായില്ല. അപ്പൊ ഞാൻ അയാളുടെ നിന്ന് കുറച്ച് പൈസ കടം മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ചോദിക്കാൻ വേണ്ടി വന്നാണ് ചേട്ടാ അയാള്. എടാ നിനക്ക് ഇതിനൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്ന? വെറുതെ ആവശ്യമില്ലാണ്ട് ഒരു പണിയെടുത്ത് ഇതൊക്കെ അറിയാമോ? വെറുതെ ഒക്കെ ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന? കടവും കാര്യങ്ങളെല്ലാം മേടിച്ചു കൂട്ടി. നിനക്ക് മര്യാദക്ക് ഒരു ജോലിയില്ലേ? നിനക്ക് ആ ജോലിയും കൊണ്ട് കുടുംബം നോക്കി നിനക്ക് ജീവിച്ചാ പോരെ? എന്തിനാണ് ആവശ്യമില്ലാത്ത ഓരോ വള്ളിയെടുത്ത് തലയിൽ വെക്കണത്? എന്റെ ചേട്ടാ, ഇവള് പറഞ്ഞിട്ടാണ് ഞാൻ ഓരോ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളിലൊക്കെ ചെന്ന് ചാടിയത്. ഇപ്പൊ ഉണ്ടല്ലോ ആകെ പ്രശ്നത്തിലാണ് ഞാൻ. എന്റെ പൊന്നിയേട്ടാ, ചേട്ടൻ ഉണ്ടായിരുന്നപ്പോ ഇതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്റെ ഭാഗത്താണ് തെറ്റ്. ചേട്ടൻ ക്ഷമിക്കണം. ചേട്ടനും ചേട്ടത്തിയും വീട്ടിലേക്ക് തിരിച്ചു വരണം. ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. സത്യം പറഞ്ഞാൽ അത്രയും മനസ്സ് വേദനിച്ചാണ് ഞാനന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഇനിയത് ശരിയാവില്ല. എൻ്റെ ഒരു കാര്യത്തിൽ ഇടപെടരുതെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ പെട്ടെന്ന് നിന്റെ അടുത്ത് ഒരുത്തൻ അങ്ങനെ ചൂടായി വർത്താനം പറയാനപ്പേ സഹിച്ചില്ല. അതാണ് ഞാൻ ഓടി വന്നത്. മോനെ, ജീവിതമേ ഒരു പട്ടം പോലെയാണ്. പട്ടം കണ്ടിട്ടില്ലേ? എന്തോരോ ഉയരത്തിലൊന്നും പറക്കും. അത് പറക്കണ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ പട്ടത്തിന്റെ അറ്റത്തുള്ള നൂലില്ലേ, അതൊരാളുടെ കയ്യിലായിരിക്കുള്ളൂ. ആ കയ്യിൽ ആ നൂലിരിക്കുന്നിടത്തോളം കാലം അതിന് എത്ര ഉയരത്തിലാണ് പറക്കാൻ പറ്റും. അത് പറന്നിങ്ങനെ പോകാൻ കാണാനും നല്ല ഭംഗിയായിരിക്കുള്ളൂ. പക്ഷേ ആ കയ്യിൽ നിന്ന് ആ നൂല് വിട്ടുപോയിട്ടുണ്ടെങ്കിലല്ലേ പിന്നെ ആ പട്ടത്തിന് എന്ത് പറ്റുമെന്ന് പറയാൻ പറ്റൂല. അതുപോലെ തന്നെയാണ് ജീവിതം. നീ ഒന്ന് മനസ്സിലാക്കിക്കോ. അതെ, തന്നെ സ്വന്തം മകനെ പോലെ കണ്ട് സ്നേഹിച്ച് വളർത്തി വലുതാക്കിയ തൻ്റെ ചേട്ടനെ സ്വന്തം കാലിൽ നിൽക്കാറായപ്പോൾ ചതിച്ച് വീടും സ്ഥലവുമെല്ലാം സ്വന്തമാക്കി ആ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട ആ പൊന്നനിയന് അവസാനം സംഭവിച്ചത് കണ്ടോ? ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെ ചതിക്കുന്നവർക്കെല്ലാം അവസാനം ഈ വിധിയായിരിക്കും. ആരും മറക്കണ്ട. ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും കമൻ്റായി രേഖപ്പെടുത്തൂ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.